അതിഗംഭീരമായിട്ട് മലപ്പുറം തിരുനാവായയിൽ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടരുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള നുണപ്രചാരണങ്ങളും വർഗീയവാദങ്ങളും കൊണ്ടുവന്നവർക്കൊരു തിരിച്ചടി കൂടിയായിരുന്നു ഈ കുംഭമേള എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് കുംഭമേളയുടെ അവസ്ഥ? രേഷ്മ, കുംഭമേള നന്നായി പോവുകയാണ്. നല്ല ഗംഭീരമായി, വളരെ സ്നേഹത്തോടെ, വളരെ ഐക്യത്തോടെ മലപ്പുറത്തുകാർ കൂടെ നിൽക്കുകയാണ്. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് അഭിമാനബോധത്തോടു കൂടി ഓരോ മലയാളിയും പറയുകയുമാണ്. അല്ലെങ്കിലും കേരളത്തിലെ രേഷ്മ, നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള വർഗീയവാദികൾക്കും അവരുടെ കുത്തിത്തിരിപ്പ് അധികകാലം നടത്താൻ കഴിയില്ല. ഇപ്പോൾ കുംഭമേള നടക്കാൻ പോകുന്നു തിരുനാവായയിൽ മലപ്പുറത്ത് എന്ന് ആദ്യം പ്രഖ്യാപനം വന്നപ്പോൾ അവിടെ ഒരു വലിയ കുത്തിത്തിരിപ്പിനുള്ള ശ്രമം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു. വ്യാജ പ്രചാരണം, നുണപ്രചാരണം നടത്തി ഈ കുംഭമേള മലപ്പുറം മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള കുത്തിത്തിരിപ്പുകളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. എന്തായിരുന്നു? ഭാരതപ്പുഴയിൽ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കുന്നതിനെതിരെ സർക്കാർ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തപ്പോൾ കുംഭമേളയ്ക്കെതിരെ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി സർക്കാർ കുംഭമേളയ്ക്കെതിരെ രംഗത്ത് വന്നു എന്ന നിലയിലാണ് ആദ്യം വന്ന വ്യാഖ്യാനം. സംഘപരിവാർ ഓൺലൈനുകളിൽ, സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന IT ഹാൻഡിലുകളിൽ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി, മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കാൻ വേണ്ടി, ജമാഅത്ത് ഇസ്ലാമിയെ സുഖിപ്പിക്കാൻ വേണ്ടി, മലപ്പുറത്തെ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി സർക്കാർ കുംഭമേള തടഞ്ഞു എന്നാണ് ആദ്യം വന്ന വാർത്ത. പക്ഷെ പിന്നീട് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ലായിരുന്നു സംഭവം. നിയമവിരുദ്ധമായി പുഴയിൽ ഒരു നിർമ്മാണം നടത്തുന്നത് തടയാൻ ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരിനും അധികാരമുണ്ട്. അങ്ങനെ തടയണം, നോട്ടീസ് കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ അത്തരമൊരു സാങ്കേതികമായ പ്രവൃത്തി നടന്നതിൻ്റെ പേരിലാണ് അത് കുംഭമേള തടയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുംഭമേളക്കെതിരായിട്ടുള്ള നീക്കമാണ് എന്ന തരത്തിൽ വ്യാപകമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. അതിനുശേഷം നടന്ന പ്രചാരണം എന്താണ്? കുംഭമേളയെ തകർക്കാൻ മലപ്പുറത്തെ മതവിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു, മലപ്പുറത്തുകാർ കുംഭമേളയെ തകർക്കുമെന്നൊരു ഭീതി സൃഷ്ടിക്കലാണ് പിന്നെ നടന്നത്. പക്ഷെ മലപ്പുറംകാർ പോലും അറിഞ്ഞിട്ടില്ല. അതാണ്, മലപ്പുറംകാർ പോലും അറിഞ്ഞിട്ടില്ല. അവരിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് പുറത്തു വിട്ടതാണ്. ഇപ്പം പീപ്പിൾ വോയിസ് കേരള എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ബൈറ്റ്. അതിൽ കുംഭമേള നല്ല റാഹത്തായിട്ട് നടക്കട്ടെ, ഉഷാറാക്കട്ടെ, നമ്മളൊക്കെ കൂടെയുണ്ടെന്ന് അവിടുത്തെ സഹോദരങ്ങൾ പറയുകയാണ്. അപ്പോൾ റാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാവട്ടെ, അടിപൊളിയാവട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവിടുത്തെ മലപ്പുറത്ത് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അങ്ങനെ നല്ല രസകരമായിട്ട് ഈ പരിപാടി നടക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മലപ്പുറത്തെ മുസ്ലിം സഹോദരങ്ങൾ ഈ ആഘോഷത്തിൻ്റെ കൂടെ നിൽക്കുകയും അവിടെ ഈ പറയുന്ന സർബത്തും വെള്ളവും ഒക്കെ വിൽക്കാൻ, കുലുക്കി സർബത്തും ഒക്കെ കൊടുക്കാനായിട്ട് ഈ പറയുന്ന മലപ്പുറത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതോടുകൂടി ഇതിലെന്തെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാകാൻ കഴിയുമോ എന്നുള്ള ശ്രമം ആട്ടപടലം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രചാരണം ഇങ്ങനെയാണ്: ചാനലുകൾ മുക്കി നെഗറ്റീവ് പ്രചാരണം, എന്നിട്ടും കേരള കുംഭമേള വൻ വിജയമെന്നാണ് ചില ഓൺലൈൻകാർ പ്രചരിപ്പിക്കുന്നത്. അതായത് കുംഭമേളയെ തകർക്കാൻ കേരളത്തിൽ ശ്രമങ്ങൾ നടക്കുന്നു, മലപ്പുറം ആയതുകൊണ്ട് അവിടെ കുംഭമേള ഞെങ്ങിയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പിന്നെയും ഒരു ഉളുപ്പില്ലാണ്ട് പ്രചരിപ്പിക്കുകയാണ്. ചാനലുകൾ മുക്കി നെഗറ്റീവ് പ്രചാരണം. കുംഭമേളയ്ക്കെതിരെ എന്ത് നെഗറ്റീവ് പ്രചാരണമാണ് മലപ്പുറത്ത് നടന്നത്? മലപ്പുറത്തെ ജനങ്ങൾ മുഴുവനായി കുംഭമേള ഏറ്റെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ പരിപാടിക്ക് എന്ത് സഹായം വേണമെങ്കിലും നടത്താൻ അവിടുത്തെ ആളുകൾ തയ്യാറാണ്. അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കേരളത്തിൻ്റെ ഐക്യമാണ്. മതനിരപേക്ഷ കേരള സമൂഹം അങ്ങനെയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഹിന്ദുവിന് നടക്കാൻ കഴിയില്ല, ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മലപ്പുറത്ത് നടക്കില്ല എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കണക്കാണ്, എഴുതി വെക്കേണ്ട കണക്കാണത്. കേരളത്തിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുള്ള ജില്ലകളിൽ ഒന്ന് മലപ്പുറമാണ്. അതും പണ്ട് പുരാതന കാലം മുതലേയുള്ള പ്രാചീനമായ ഒരുപാട് മിത്തുകളും ഐതിഹ്യങ്ങളും ഒക്കെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആ മലപ്പുറത്തെക്കുറിച്ചാണ് ഇവിടെ സംഘപരിവാറുകാർ, മതവെറിയന്മാരായിട്ടുള്ള മറ്റ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നുണക്കഥകൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുംഭമേള മലപ്പുറത്ത് നടക്കാൻ പോകുന്നു, കേരളത്തിലൊരു വലിയ സംഘർഷമുണ്ടാകും, മലപ്പുറത്തുള്ളവന്മാർ ആ പറയുന്ന കുംഭമേള തടയും എന്ന മട്ടിൽ എത്ര നെറേറ്റീവുകൾ ഇവിടെ സംഘപരിവാർ അനുകൂല ഓൺലൈനുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയോ രേഷ്മയ്ക്ക്? എത്രയോ ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ
കുംഭമേള തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് കുംഭമേള മുന്നോട്ട് പോവുക. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതെ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ, കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ മറ്റ് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന കള്ളക്കഥ, പച്ച നുണ പ്രചരിപ്പിച്ച കേരള സ്റ്റോറി എന്ന ഊളപ്പടം വിജയിപ്പിച്ച വൃത്തികെട്ടവന്മാരുള്ള നാടാണ് കേരളം. വർഗീയവാദികൾ, തികഞ്ഞ വർഗീയവാദികളുള്ള നാടാണ് കേരളം. പക്ഷെ അതൊരു ചെറിയ ശതമാനം മാത്രമാണ്. ഇവർ വിചാരിക്കുന്നത് ഇവർ പറയുന്നത് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങാനും ഇവർ പറയുന്നത് തൊണ്ട തൊടാതെ വിശ്വസിക്കാനും മലയാളികൾ മുഴുവൻ പൊട്ടന്മാരായി മാറിക്കഴിഞ്ഞു എന്നാണ്. ഒന്നുമല്ല. കുറച്ച് പേര് കിടന്ന് കുരയ്ക്കുന്നുണ്ട്, മലപ്പുറം മുസ്ലിങ്ങൾ അത് ഇത് കുംഭമേള ഇപ്പോൾ പൊളിയും തകരുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ 99% വരുന്ന മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളത്തിൽ ഇവരുടെ ഇത്തരം യാതൊരു കുത്തിത്തിരിപ്പും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രേഷ്മ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കേരളം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം നടക്കുന്ന സ്ഥലമാണ്, ജിഹാദി സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്ന പല 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 വീഡിയോകളും ഹിന്ദി യൂട്യൂബ്സിലുണ്ട്. തീവ്രവാദത്തിൻ്റെ ഹബ്ബായി കേരളം മാറി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘപരിവാർ ഹാൻഡിലുകളുണ്ട്. സംഘപരിവാറിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകണം. അതായത് പല സ്റ്റേറ്റുകളിലും നടക്കുന്നത് പോലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകണം, അല്ലെങ്കിൽ പർദ്ദയിട്ടവരെ കണ്ടാൽ ഹാലിളകണം, ഇവിടെ വലിയ പ്രശ്നമുണ്ടാകണം. അങ്ങനെയൊക്കെയുള്ള പല ദുഷ്ചിന്തകളും പേറിയിട്ട് ഇവിടെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല കളികളും കളിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വിജയിക്കുന്നില്ല. ഇവിടെ മതനിരപേക്ഷതയുടെ മണ്ണാണ്. കേരളം ഒറ്റക്കെട്ടായി നിന്ന് വർഗീയ പ്രചാരണങ്ങളെയും വർഗീയതയ്ക്കുള്ള ശ്രമങ്ങളെയും തോൽപ്പിക്കുകയാണ് എന്നതിൻ്റെ അടയാളം തന്നെയാണ് ഈ തിരുനാവായയിലെ കുംഭമേളയുടെ ഈ വലിയ വിജയം. അതെ, അവിടെ അവര് ആ തിരുനാവായ മണൽപ്പുറങ്ങളിൽ മോരും വെള്ളവും കുലുക്കി സർബത്തും കൊടുത്ത് അവരുടെ സഹോദര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടാണ് അവർ അതിനെ നോക്കിക്കാണുന്നത്. അതാണ് മലപ്പുറത്തിന്റെ സഹോദര്യം എന്ന് പറയുന്നത്. അയ്യപ്പനും വാവരസ്വാമിയും സുഹൃത്തുക്കളായ വാവരുപള്ളിയിൽ കയറിയിട്ട് ശബരിമല ശാസ്താവിൻ്റെ അടുത്തേക്ക് പോകുന്ന വിശ്വാസികളുള്ള കേരളത്തിലാണ് ഇവർ വർഗീയത പറഞ്ഞ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം, ഇപ്പോൾ സംഘപരിവാറുകാർക്ക് മിണ്ടണ്ട. ഇപ്പൊ പറയുന്നത് നെഗറ്റീവ് പ്രചാരണം കുറെ നടന്നു, അതിനെയൊക്കെ അതിജീവിച്ച് കുംഭമേള വലിയ വിജയത്തിലേക്ക്, ഒരു പ്രശ്നവും കുംഭമേളയ്ക്ക് ഉണ്ടായിട്ടില്ല. അതെ. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? കുംഭമേള വലിയ വിജയമായിട്ട് ഓടുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് വിധ്വംസക ശക്തികൾ കുംഭമേളയെ അറ്റാക്ക് ചെയ്യാത്തത്, മലപ്പുറത്തുകാർക്ക് കുംഭമേളയെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ കാരണമാണെന്നും പറഞ്ഞിട്ട് ഇതുപോലത്തെ ഓരോ വീഡിയോകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ. അത് അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അവർക്ക് നല്ല ഉഷാറാണെന്ന്. പിന്നെ അവിടുത്തെ ജനങ്ങൾ പറയണേ, എന്റെ പൊന്ന് രേഷ്മയെ, മലപ്പുറത്തെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ കൊലിക്ക് സർവത്തും സംഭാരവും മോരും വെള്ളവും ഒക്കെ ആയിട്ട് അതൊരു ബിസിനസ് ആയിട്ടല്ല, അവിടെ വരുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വരുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെന്നറിയോ. അതുപോലെ തന്നെ ഒരുപാട് നേർച്ചകൾ നടക്കുന്ന ഒരു ജില്ലയാണ് ഈ പട്ടാമ്പി നേർച്ച എന്നൊക്കെ പറയുന്ന ഒരു വലിയ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല. അവിടെ മതത്തിന് ജാതി മതഭേദത്തിന് അതീതമായിട്ട് എല്ലാവരും ഒന്നിച്ച് അത്തരം ഉത്സവങ്ങളും ഇത്തരം നേർച്ചകളും ഒക്കെ വിജയിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷകനുണ്ട്, അയാൾ ഹൈക്കോടതി പോകുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദാണ്, വർഗീയവാദിയായിട്ടുള്ള മേലുമൊത്തം ചരടും കെട്ടിയിട്ടുള്ള ഒരു അഭിഭാഷകൻ. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയും മലപ്പുറത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ ജിഹാദികൾ കൈയടക്കി, മലപ്പുറത്തെ ക്ഷേത്രഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, അതുപോലെ തന്നെ വാര്യംകുന്നൻ്റെ ചരിത്രം വളച്ചൊടിച്ചിട്ട് വാര്യംകുന്നൻ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചാരണങ്ങൾ മലപ്പുറം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഈ കുംഭമേള വിഷയത്തിൽ മലപ്പുറത്തുകാരുടെ മെക്കിട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കുംഭമേള ഗംഭീരമായിട്ട് ഒരു തടസ്സവുമില്ലാതെ അവിടെ നടക്കുന്നു. അതിനുവേണ്ട സകല സൗകര്യങ്ങളും ചെയ്യുന്നത് മലപ്പുറത്തെ ജനങ്ങൾ തന്നെയാണ്. അവിടെ ജാതിയോ മതമോ ഒന്നും അവർ നോക്കുന്നില്ല. ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പരിപാടിയാണ്, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പരിപാടിയാണത്. മലപ്പുറത്തിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതോടുകൂടി ഈ കുംഭമേളയുടെ പേരിൽ വർഗീയത കലക്കാൻ വന്ന സകലർക്കും അത് വലിയ തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മലപ്പുറത്തിൻ്റെ മേന്മ, മലപ്പുറത്തിൻ്റെ നന്മ, മലപ്പുറത്തിൻ്റെ ഐക്യം, അത് മതനിരപേക്ഷത, ആ ചിന്താഗതി, സാഹോദര്യം, ഇതൊക്കെ രാജ്യം മുഴുവൻ വീണ്ടും അറിയുകയാണ്.
അതായത് മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർ ഒരു പതാകയുമായി പോയൊരു ഫോട്ടോ എടുത്തിട്ട് പാകിസ്ഥാനിൻ്റെ കൊടിയുമായിട്ട് കേരളത്തിൽ വലിയ പ്രകടനം നടക്കുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് ഈ സംഘപരിവാറുകാർ. അങ്ങനെ മലപ്പുറത്തെ നോക്കി ഇതിനു മുമ്പും ഒരുപാട് 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 വൃത്തികേടുകൾ ഈ സംഘപരിവാർ ഹാൻഡിലുകൾ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തുകാർ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ മനസ്സിലുള്ളവരാണ്. അവരൊറ്റക്കെട്ടായി നിന്നിട്ട് ഇത്തരം ദുഷ്പ്രചാരണങ്ങളെ, വൃത്തികെട്ട പ്രചാരണങ്ങളെ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ തോൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ കുംഭമേള വിജയിക്കുമ്പോൾ അത് മലപ്പുറത്തുകാരുടെ അഭിമാനമാണ്. ഇനി നാളെ മലപ്പുറത്തെ കുറ്റം പറയാൻ വന്നിരിക്കുന്ന വർഗീയവാദികളുടെ മുഖത്ത് നോക്കി മലപ്പുറത്തുകാർക്ക് ചോദിക്കാം, ഇവിടെ കുംഭമേള എത്ര ഭംഗിയായിട്ടാണ് നടന്നത്, ഞങ്ങൾ വിജയിപ്പിച്ചു, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് വിജയിപ്പിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റും വർഗീയവാദികൾക്ക്? അവർക്കൊന്നും പറയാനില്ല. മലപ്പുറത്ത് കേരളത്തിന്റെ കൂടി ഒരു അഭിമാനമായിട്ട് മാറി. കേരളത്തിൻ്റെ അഭിമാനമായി മാറി. കേരളം ഒറ്റക്കെട്ടായി, കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന നോർത്ത് ഇന്ത്യൻ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് ഇനി ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും ഗംഭീരമായൊരു പരിപാടി മലപ്പുറത്ത് വെച്ച് നടത്തിയിരിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അവിടുത്തെ സഹോദരങ്ങൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ മതത്തിൽപ്പെട്ടവരും ഒന്നിച്ചു നിന്ന് ആ പരിപാടി ഗംഭീരമാക്കിയിരിക്കുന്നു. ഇതാണ് കേരളം, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇതോടുകൂടി കുത്തിത്തിരിപ്പുകാരുടെയും വർഗീയവാദികളുടെയും അട്ടപ്പിളകിയിരിക്കുകയാണ്, ഫ്യൂസ് ഊരിയിരിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. രേഷ്മ.